വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സേവറി പാൻ കേക്കാണ്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് സെൽഫ് റൈസിങ് ഫ്ലവറാണ്. അത് ഇല്ലാത്തവർക്ക് സാധാരണ മൈദയും അതിനാവശ്യമുള്ള ബേക്കിംഗ് പൗഡറും ചേർത്ത് ഇത് തയ്യാറാക്കാം. ഇൻഗ്രീഡിയൻസ് വേണ്ടത് 2 മുട്ട, പിന്നെ ആവശ്യത്തിന് പാല്, മൈദ അല്ലെങ്കിൽ സെൽഫ് റൈസിങ് ഫ്ലവർ 1 കപ്പ്, പിന്നീട് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, വിയന്നാസ് അല്ലെങ്കിൽ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന്, ക്യാരറ്റ് അരിഞ്ഞത്, ഉള്ളി ചോപ്പ് ചെയ്തത്, ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, ഗ്രീൻ ചില്ലി, ആവശ്യത്തിന് ചീസ്. ആദ്യമായിട്ട് നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് വീണ്ടും പാലും കൂടെ ഒഴിച്ച് അതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പാലും മുട്ടയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത ഈ മിശ്രിതത്തിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. ഈ കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എരിവിന് മാത്രമല്ല, കാരണം നമ്മൾ ഗ്രീൻ പെപ്പർ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. ഇത് നമുക്ക് ആ മുട്ടയുടെ ആ മണം ഒരു നല്ല ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഇടുന്നത്. ഇതിലേക്ക് ഞാനിവിടെ സെൽഫ് റൈസിങ് ഫ്ലവറാണ് ചേർക്കുന്നത്. അതിൽ ഓൾറെഡി ബേക്കിംഗ് പൗഡർ ഉള്ളതാണ്. മൈദ ചേർക്കുന്നവർ ബേക്കിംഗ് പൗഡറൂടെ വേറെ ആഡ് ചെയ്യുക. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്ത് ഒരു കട്ട പോലും കെട്ടാത്ത പരുവത്തിലായിരിക്കണം. കട്ടയുണ്ടെങ്കിൽ അത്രയും നമ്മുടെ ആ പാൻ കേക്കിന് സോഫ്റ്റ്നെസ് കാണത്തില്ല. അതുപോലെ കൺസിസ്റ്റൻസിയും നോട്ട് ചെയ്യുക, നീണ്ടു പോകരുത്. ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, ഗ്രീൻ പെപ്പർ, ബെൽ പെപ്പർ, ആ പച്ച മുളക് അത് അരിഞ്ഞത്, ഇതെല്ലാം വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ്. ഉള്ളി അരിഞ്ഞത് അല്ലെങ്കിൽ സവോള അരിഞ്ഞത്, ഇതും കൂടെ എമൗണ്ട് ഞാനത് ഇൻഗ്രീഡിയൻസിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വിയന്നാസ് ആണ്. വിയന്നാസിന് പകരം നിങ്ങൾക്ക് ഏത് മീറ്റ് കുക്ക് ചെയ്തതാണെങ്കിലും ഉപയോഗിക്കാം. ചിക്കനോ എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ഏത് മീറ്റും അതിലേക്ക് ഉപയോഗിക്കാം. ഇതെല്ലാം കൂടെ നമ്മൾ ഒന്നുകൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമുളകും അരിഞ്ഞതും കൂടെ ഇടുക. അത് ഓപ്ഷണലാണ്. പിന്നെ വേണ്ടവർക്ക് കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഇതിലിപ്പം ഞാൻ ചേർത്തിട്ടില്ല. പിന്നീട് ഇതിൽ ആഡ് ചെയ്യുന്നത് കുറച്ച് ഓയിലാണ്. ഈ ഓയിൽ ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പാത്രത്തിൽ അത് ചുടുമ്പോൾ പിടിക്കാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓയിൽ. നമ്മൾ ഒരു ഫ്രൈയിങ് പാൻ ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിൽ ബട്ടർ പുരട്ടിയതാണ്. അതിലേക്കാണ് ഞാൻ ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു തവി നല്ല കട്ടിക്കുള്ള ഒരു ലെയറാണ് ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതില്ലാത്തവർക്ക്, ഫ്രൈയിങ് പാൻ ഇല്ലാത്തവർക്ക് നമുക്ക് സാധാരണ ദോശക്കല്ലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് അടച്ചു വെക്കണം. ഈ സേവറി പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒത്തിരി അങ്ങോട്ട് നിരത്തി എടുക്കത്തില്ല. ഒരു തിക്കായിട്ട് നമ്മളൊരു വെള്ളയപ്പം ചുടുന്ന രീതിയിലാണ് നമ്മൾ ഇതും ചുട്ടെടുക്കുന്നത്. എന്നിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് മറിച്ചിട്ടിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെക്കണം. കാരണം ഇതിനകത്ത് ഈ ചേർത്തിരിക്കുന്ന ക്യാരറ്റ്, ഉള്ളിയും ടൊമാറ്റോയും എല്ലാം ഒന്ന് വെന്തു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെക്കുന്നത്. ഇനിയും ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കേണ്ടവർക്ക് ഇപ്പം അതിൻ്റെ പുറത്തോട്ട് വേണമെങ്കിൽ ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഇപ്പം നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായും പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ് ഇത്. ഇതിന് പകരം നമുക്ക് ആട്ട ഫ്ലവറും ബേക്കിംഗ് പൗഡറും വേണേലും ഉപയോഗിക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഐക്കോൺ ആക്ടിവേറ്റ് ചെയ്യുക. സൈനിങ് ഓഫ്.